പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന് പരാതി. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നത്. പഠിച്ചിറങ്ങിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്ഥാപനം തടഞ്ഞുവെച്ചതോടെ കൂട്ടപ്പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. 50,000 മുതൽ 6 ലക്ഷം രൂപ വരെ ഫീസ് വാങ്ങിയായിരുന്നു മിനർവ അക്കാദമി സ്കിൽസ് ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന പേരിൽ വിവിധ പാരാമെഡിക്കൽ കോഴ്സ് നടത്തിയിരുന്നത്. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ തൊഴിൽ ലഭിക്കാതെ വന്നതോടെയാണ് സ്ഥാപനത്തിന് അംഗീകാരമില്ലെന്ന് മനസ്സിലായതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ജോലി ലഭിക്കാതെ വന്നതോടെ പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തി. വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഓരോ പിള്ളേർ ഇതിനെ ചേർത്തിയത്. ചേരുമ്പോൾ ഒരു കുറെ വാഗ്ദാനം നൽകിയിരുന്നു. നമുക്ക് ജോലി, ട്രെയിനിങ്, 6 മാസം ട്രെയിനിങ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ലീനിങ് ചേച്ചിമാർ വരെ കളിയാക്കിച്ചിരിക്കാം. മിനർവയിലാണോ എന്ന് പറയുമ്പോൾ അവിടുത്തെ പറയുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല, നിങ്ങൾ എന്തിനത് ചെയ്യണം? ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് വേണം. സ്ഥാപനത്തിന്റെ അംഗീകാരം ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയതോടെ പെരിന്തൽമണ്ണയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടും അടച്ചുപൂട്ടി. ഇതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ തൃശൂരിലെ ഓഫീസിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തിയത്. പോലീസ് എത്തി സ്ഥാപനം പൂട്ടിയതോടെ വിദ്യാർത്ഥികൾ നേരെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ച വിദ്യാർത്ഥികളെ ചർച്ചയിൽ പോലീസ് അനുനയിപ്പിക്കുകയായിരുന്നു. സ്ഥാപനത്തിനെതിരെ വിശ്വാസവഞ്ചന കുറ്റവും ചീറ്റിംഗും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ബോണ്ടായി കുട്ടികളുടെ കയ്യിൽ നിന്നും വാങ്ങിയ SSLC സർട്ടിഫിക്കറ്റ് അടക്കം നാളെ മടക്കി നൽകാമെന്ന് പോലീസ് ഉറപ്പു നൽകി. പരാതി നൽകിയ ശേഷമാണ് വിദ്യാർത്ഥികൾ സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത്. 500ഓളം വിദ്യാർത്ഥികൾ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 തൃശൂർ.